ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ വിക്രത്തിൻ്റെ പുറത്ത് ഓയിൻമെൻ്റ് ഇട്ട് കൊടുക്കുക വേദ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ആകുമെന്ന് കരുതി ചെയ്തതല്ല, നല്ലതിനെന്ന് കരുതി ചെയ്തതാണ്, സോറിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. ലാസ്റ്റ് വേദയ്ക്ക് കരച്ചിൽ വന്നു. അപ്പോൾ വേദ കരയുമ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ മനസ്സിൽ വേദ അന്നേരം സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിച്ചത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഉരുട്ടിയത്, ശയനപ്രദക്ഷിണം ചെയ്തത്, അമ്പലത്തിൽ വെച്ച് കഴുത്തിൽ മാലയിട്ടത്, അങ്ങനെ ഓരോ നിമിഷം സംഭവിച്ച കാര്യങ്ങളും നമ്മുടെ വിക്രം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. വേദ കരഞ്ഞുകൊണ്ട് പുറത്ത് ഓയിൽമെൻറ്റ് തൂത്ത് കൊടുത്തുകൊണ്ട് ഇരിക്കുക. ഇത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മയും അച്ഛനും കൂടെ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ അവരും ഒരു ഭക്തിസാന്ദ്രമായ ഒരു രീതിയിലേക്ക് മൊത്തത്തിൽ മാറി, വീട് സഹിതം അങ്ങനെ മാറി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്ന നമ്മുടെ വിക്രം മാലയൊക്കെ ഇട്ട് കറുപ്പൊക്കെ എടുത്ത് കൂട്ടുകാരുടെ അടുത്തേക്ക് വരുന്നു. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും അതിശയം, ആഹാ ഇത് ആരാ വരണേന്ന് നോക്കിയെന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടെ വിക്രത്തെ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ. എല്ലാവർക്കും അതിശയം, ഇതെന്താടാ വിക്രം, ഒരു ആത്മീയത മൊത്തത്തിൽ ഇങ്ങനെ ജോസഫൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ രാജേട്ടനൊക്കെ ഭയങ്കര ചിരി. അപ്പോൾ ഇന്നെന്തരായിട്ടാണ് ചെയ്യാനുള്ളതെന്ന് വിക്രം ചോദിക്കുമ്പം ജോലിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം ശരണം മടക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വാമി ശരണം എന്താ പുതിയ പാതയിൽ പതിവുള്ള കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചോ എന്ന് രാജേട്ടൻ ചോദിക്കുമ്പം ഇത് ഞാൻ ആഗ്രഹിച്ചിട്ട് ചെയ്തതൊന്നും അല്ലെന്നേ, പിന്നെയോ അമ്പലത്തിൽ വെച്ച് വേദയെടുത്ത തീരുമാനമാണെന്ന് വിക്രം പറയുമ്പോൾ സ്വാമി അപ്പോൾ വേദയുടെ വാക്കുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു അനിയൻകുട്ടനെ. അപ്പോൾ അവൾ കൊണ്ട് പെടുത്തിയതാ രാജേട്ടാ, അവൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അത്രേ, അങ്ങനെ അവൾ പറഞ്ഞതെന്ന് വിക്രം പറഞ്ഞു. അമ്പലത്തിൽ വെച്ച് അവൾ എന്നോട് അത് പറഞ്ഞത്, പിന്നെ ഊരാനും പറ്റാണ്ടായി പോയി എനിക്കെന്ന് വിക്രം പറയുമ്പോൾ ഇവരിങ്ങനെ ചിരിക്കുക, വിക്രത്തെ കളിയാക്കി. എന്താടാ എല്ലാവരും ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ചെയ്തില്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ പിന്നെ അമ്മ സ്വൈരം തരത്തില്ല, അതാ. മാല ഇട്ട സ്ഥിതിക്കേ അത് തെറ്റായി പോയി എന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല എൻ്റെ സ്വാമി. വിക്രം മാല ഇട്ട സ്ഥിതിക്ക് നമുക്കും കൂടി ഒന്ന് മാല ഇട്ടാലോ, ഒരുമിച്ച് മല കയറാന്നേ എന്ന് രാജേട്ടൻ അങ്ങ് പറഞ്ഞു. അന്നേരം അതൊരു നല്ല കാര്യമാണല്ലോ, എനിക്കൊരു കൂട്ടാവുകയും ചെയ്യല്ലോ എന്ന് വിക്രം. അച്ഛൻ മരിച്ചിട്ട് ഒരാണ്ട് തികഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് അനിയൻകുട്ടൻ പറഞ്ഞു. അപ്പം നീ റെഡിയാണോ എന്ന് ജോസഫിനോട് ചോദിക്കുമ്പം അതൊരു ചോദ്യം രാജേട്ടാ, അയ്യപ്പൻ്റെ മുന്നിൽ ആർക്ക് വേണമെങ്കിലും ചെല്ലാം, അവിടെ ഹിന്ദു എന്നോ അഹിന്ദു എന്നോ വകഭേദം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം ഇന്ന് പിന്നെ നാളെ തന്നെ മാലയിട്ട് നമ്മൾ വിക്രം സ്വാമിയുടെ കൂടെ കൂടുക എന്തേ. അപ്പം എന്തിനാ നാളെ ആക്കണേ, ഇന്ന് വൈകിട്ട് തന്നെ അങ്ങ് ഇട്ടോളാൻ പറഞ്ഞു നേരം അനിയൻകുട്ടൻ. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഓക്കെ സെറ്റായി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രത്തെ കളിയാക്കി ചിരിക്കുക കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ ആകെ ചമ്മ നിൽക്കുക. അപ്പോൾ സുധേ, നിങ്ങൾ പെണ്ണുങ്ങളുടെ കൂർമ്മബുദ്ധി ഉണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചു കേട്ടോ എന്ന് ഭാര്യയോട് ഭർത്താവ് പറയുന്നു. നിന്നെ വേദ അവളുടെ ഭാഗത്തേക്ക് വളച്ചെടുത്തിട്ടുണ്ടാകുമെന്ന് സുധ സംശയിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അത് ശരിയായല്ലോ വിക്രം. അത് പിന്നെ അങ്ങനെയൊന്നും ഇല്ല സാറെന്ന് പറയുമ്പോൾ വിക്രം വേണ്ട, മാലയിട്ട് കള്ളം പറയാൻ പാടില്ലെന്നാട്ടോ. അപ്പോൾ സ്വാമി ശരണം, ഞാൻ കള്ളം പറഞ്ഞതൊന്നും അല്ല എന്ന് വിക്രം പറയുമോ അതേ പറ്റി. അമ്പലത്തിൽ വെച്ചൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയൊന്നും പെട്ടുപോയതാണെന്ന് വിക്രം ഇയാളോട് പറയുമ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടുപോവുകയാണ് വിധേയപ്പെടുക എന്നൊക്കെ പറയുന്നത് എന്ന് ശ്രീനിവാസൻ പറയാം. എന്തായാലും ഒരു നല്ല കാര്യമില്ലേ ഇപ്പോൾ സ്വാമി, നടക്കട്ടെ എന്ന് പറഞ്ഞു. വീട്ടുകാർക്കൊക്കെ ഇപ്പോൾ സന്തോഷമായി കാണുമല്ലോ വിക്രം എന്ന് സുധ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇല്ലാണ്ടിരിക്കുമോ സുധേ. ശ്രീകാര്യം ശ്രീനിവാസൻ്റെ പാതയത്തിൽ നിന്ന് ഒരാളെ പിടിച്ച് ഇങ്ങനെ ആത്മീയ പാതയിലേക്ക് മാറ്റി തീർക്കുക, ആ വീട്ടിൽ കയറി ചെന്ന മരുമകൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവർ സന്തോഷിക്കാതിരിക്കുമോ എന്ന് ശ്രീനിവാസൻ ചോദിക്കുക. എത്ര ദിവസത്തെ വ്രതം ഉണ്ടെന്ന് ചോദിക്കുമ്പം എന്നാ പോകുന്നു എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്തായാലും 41 വ്രതം എടുത്ത് നീ അങ്ങ് മല ചവിട്ടിക്കോളാൻ പറഞ്ഞു ശ്രീനിവാസൻ. ഞങ്ങളുടെ അനുഗ്രഹം എന്തായാലും വിക്രമന് ഉണ്ടാകുമെന്ന് ഇവർ പറയുവാണ്. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരൊറ്റ കാര്യത്തിൽ മാത്രമേ വിക്രത്തോടും വേദയോടും പരിഭവം ഉള്ളൂ കേട്ടോ എന്ന് സുധ പറയാം. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക, വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ടും അമ്പലത്തിൽ വെച്ച് ഞാൻ നടത്തിയ വഴിപാടിന് നിങ്ങളാരും വന്നില്ലല്ലോ, അതെനിക്ക് വിഷമമായിട്ടോ എന്ന് സുധ പറഞ്ഞപ്പം അയ്യോ ചേച്ചി അത് മനഃപൂർവ്വമൊന്നും അല്ല, അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ പോട്ടെ വിക്രം, ഇനി മാല ഇട്ടത് കൊണ്ട് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലാകുമെന്ന് ചോദിച്ചു. മാല ഇട്ടാലും ഇല്ലെങ്കിലും ഞാൻ സാറ് പറഞ്ഞ് എന്തോ അനുസരിക്കുമെന്ന് സാറിന് അറിയില്ലേന്ന് ചോദിച്ചു. അയ്യോ എൻ്റെ പൊന്നോ, അങ്ങനെ എന്തോ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് അദ്ദേഹം പറയുവാണ്. വേദ വിക്രമനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് തന്നെ കുറച്ചു കാലം എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് ശ്രീനിവാസൻ പറയുക. ആ സമയത്ത് ഞാൻ സ്വാമിയെ നിർബന്ധിച്ച് അനാവശ്യ കാര്യങ്ങൾക്ക് നിയോഗിക്കാൻ പാടില്ല എന്ന് പറയുവാണേ. പക്ഷെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വ്രതം ഒരു തടസ്സമാകരുത്, അത് ശുദ്ധിയോടുകൂടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഇയാൾ പറഞ്ഞു കൊടുക്കുക വിക്രത്തിന്. ഒരു കണക്കിന് ഇപ്പോൾ മാലയിട്ടത് എന്തായാലും നന്നായി എന്നും ശ്രീനിവാസൻ വിക്രത്തോട് പറഞ്ഞു. നാളെ മുതൽ ശ്രീകാന്തിൻ്റെ ഫാക്ടറിയുടെ മുന്നിൽ തൊഴിലാളികൾ സമരം ആരംഭിക്കാൻ പോവുമല്ലേ എന്നിങ്ങനെ ചോദിച്ചു.
വിക്രം സ്വാമി വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുമ്പം സാറിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വാമി സ്വാമി എന്ന് വിളിക്കുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്ന് വിക്രം നേരം പറഞ്ഞു. അപ്പോൾ മാലയിട്ട ആളെ അങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നല്ലേ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, എന്നെ സാർ അങ്ങനെയൊന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം എന്തെങ്കിലും ആവട്ടെ, പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും എങ്ങനെയെങ്കിലും ഇത് ധാരണയിൽ കൊണ്ടാകാനും അവിടെ ശ്രീകാന്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ്. അതൊക്കെ വളരെ നയപരമായി കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഗുണ്ടകളെ വെച്ച് വരെ അവർ സമരത്തെ നേരിടുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു. പോലീസ് അടിച്ചൊതുക്കാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ നടത്തിയേക്കാം, പക്ഷേ അതുകൊണ്ടൊന്നും സമരം പൊളിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ എന്നും പറയുക നമ്മുടെ ഈ ശ്രീനിവാസൻ വിക്രത്തോട്. അതുമാത്രമല്ല, തൊഴിലാളികളുടെ ശരീരത്തിൽ പോലീസോ ഗുണ്ടകളോ തൊടാനും പാടില്ല, അത് ഉറപ്പാക്കേണ്ടത് വിക്രമാണ്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീനിവാസനെ ഇളക്കി വിടുക വിക്രത്തെ. എന്നാൽ പിന്നെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിക്രത്തെ അയാൾ പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എന്ത് ഭാവിച്ച സാർ എന്നിങ്ങനെ ഈ പുളിക്കൻ എന്ന് പറഞ്ഞ പുള്ളി ചോദിച്ചു. അപ്പോൾ സമരത്തെപ്പറ്റി പുളിക്കൻ്റെ അഭിപ്രായം എന്താ, എന്ത് തോന്നുന്നു എന്ന് ശ്രീനിവാസൻ ചോദിച്ചു. ഉറപ്പായ അക്രമം ഉണ്ടാകും സാർ. അപ്പോൾ വിക്രസ്വാമി ഇടപെടത്തില്ലേ? അപ്പോൾ അത് ഉറപ്പായി ഇടപെടും എന്ന് ഇയാൾ പറഞ്ഞു. അത് വേദ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ എന്ന് സുധ പറയുമ്പോൾ സമ്മതിക്കില്ലല്ലോ, ആ ഒരു റിയാക്ഷൻ അവിടെ ഉണ്ടാവട്ടെ, ഞങ്ങൾ തമ്മിൽ അകറ്റിയിരിക്കുമെന്നാണല്ലോ വേദയുടെ വെല്ലുവിളി. അവൾ പറയുന്നതനുസരിച്ച് വിക്രം അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങിയാൽ അത് ചിലപ്പോൾ അവളെ കൊണ്ട് പെട്ടെന്ന് പറ്റിയേക്കുമെന്ന് പറയുക. അത് തൽക്കാലം വിക്രത്തെ ആവശ്യമുണ്ടെന്നും ശ്രീനിവാസൻ പറയുക. അങ്ങനെ ശ്രീനിവാസൻ നമ്മുടെ വിക്രത്തിൻ്റെ ജീവിതം തകർക്കുമെന്നുള്ളത് പുറത്തു വന്നു. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കുറച്ചു മുൻപ് SP എന്നെ വിളിച്ചിരുന്നുവെന്നും ആ ശ്രീധരൻ കൊടുത്ത പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ വലിയ സമ്മർദ്ദമുണ്ടെന്ന് ഈ ശ്രീനിവാസൻ ഭാര്യയോട് പറയുക. അഥവാ പോലീസ് അതിൻ്റെ പിന്നിലേക്ക് അന്വേഷിച്ച് പോയാൽ ഇലക്ഷന് മുൻപ് എനിക്ക് പിടി വീഴുമെന്നും ഇയാൾ പറയുക. അപ്പം മുന്നിൽ നിർത്താൻ എനിക്കൊരു ബലിയാട് വേണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ വിക്രത്തെ ചതിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇയാൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇയാളിങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുന്നു. എന്നിട്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ശ്രീകാന്തിനെ വിളിക്കി പുളിക്കൻ. ഞാനാ ശ്രീകാന്ത് സാറേ എന്നും പറഞ്ഞ് ഇയാൾ വിളിച്ചു. നാളെ സമരം നടക്കുമെന്ന് ഉറപ്പായെന്നും പിന്നെ ബാലേട്ടനെ കൊണ്ടൊന്നും വിക്രം മാറാൻ പോകുന്നില്ല, അവൻ സമരപന്തലിൽ ഉണ്ടാകും, പിന്നെ ഞാനും കാണും കേട്ടോ, എനിക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഇയാൾ പറയുക. പിന്നെ സാറേ നോക്കിക്കോളണേ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ സാറിനെ കാത്തോളണേ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തിട്ട് ഇയാൾ ഈശോയേന്ന് പറഞ്ഞ് അവിടെ നിൽക്കുക. ഇനി കാലമാടൻ കൂടിയത് എനിക്കിട്ട് പണിയാൻ വല്ലതും ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുളിക്കൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിറ്റേ ദിവസം അവിടെ ശമ്പള പരിഷ്കരണത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിക്രത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ യൂണിയൻകാരെല്ലാവരും കൂടെ സമരം നടത്തുക. വിക്രമാണെങ്കിൽ അവിടെ നിന്ന് പ്രസംഗിക്കുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുന്നത്. ശ്രീകാന്ത് വന്നപ്പോൾ വിക്രം മാലയൊക്കെ ഇട്ട് അവിടെ നിന്നിങ്ങനെ പ്രസംഗിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ശ്രീകാന്ത്. അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് പുളിക്കൻ ശ്രീകാന്ത് വന്നത് കണ്ടു. അപ്പോൾ ശ്രീകാന്തിനെ പുളിക്കൻ ഇങ്ങനെ നോക്കിയപ്പോൾ തലയാട്ടി കാണിക്കുവാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ടൊക്കെ കണ്ണും കലാശവും ഒക്കെ കാണിച്ച് ഇവന്മാർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം ഈ ശ്രീകാന്തിനെ കണ്ടു. ശ്രീകാന്തിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് വിക്രം. അപ്പോൾ വരണം വരണം എന്നും പറഞ്ഞു ശ്രീകാന്ത് നിൽക്കുക കേട്ടോ. നമസ്കാരം നേതാവേ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൂപ്പി കളിയാക്കുക. അല്ല, ഇത്ര പേരെ ഇറങ്ങിയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ അവരെ കൂടി ഇറക്കി കമ്പനി പൂട്ടിക്കണ്ടെന്ന് കരുതിയത് കൊണ്ടാണെന്ന് വിക്രം. അപ്പോൾ ആദർശ സമരമാണല്ലേ, അപ്പോൾ ഇപ്പം അങ്ങനെയാണെന്ന് വിക്രം ശ്രീകാന്തിനോട് പറയാം. ഇനി നിങ്ങളായിട്ട് അത് മാറ്റാൻ നോക്കരുതെന്നും പറഞ്ഞു. എടാ, നീയൊക്കെ ഇവിടെ കിടന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞാലും നിൻ്റെയൊക്കെ ഒരാവശ്യവും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. വേണ്ടി വന്നാൽ ഞാനിതങ്ങ് പൂട്ടിയിടുമെന്നും ശ്രീകാന്ത് പറയാം. നിൻ്റെ മുഴുവൻ തൊഴിലാളികളും അതോടെ പെരുവഴിയിലാകും. അതാണ് നിനക്ക് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി ഒച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചോളാൻ പറഞ്ഞു. അപ്പം നമുക്ക് കാണാമെന്ന് പറഞ്ഞു വിക്രം. അപ്പം കാണാടാന്ന് പറഞ്ഞു ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങ് പോയി. ഇവരവിടെ നിന്ന് മുദ്രാവാക്യം വിളി. തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്നത് അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ആ ശ്രീകാന്ത് കയറി ചെല്ലുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് വിക്രത്തെ കണ്ട കാര്യവും മാലയിട്ട കാര്യവും ഒക്കെ പറഞ്ഞു. അപ്പോൾ പ്രശ്നം എന്തായാലും കഴിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇരിക്കാൻ പറഞ്ഞു. അവന് വിളമ്പാൻ പറഞ്ഞു. അപ്പോൾ ഇതങ്ങനെ സമാധാനത്തോടെ തീരുന്ന ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ അച്ഛനോട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ദീപ്തിയോട്. എന്നാൽ പിന്നെ ഞാനും കഴിക്കുന്നില്ല, ഞാൻ നിർത്താമെന്ന് പറഞ്ഞു അച്ഛൻ. അയ്യോ വേണ്ടാന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അച്ഛനിരുന്നു, ഞാനിരുന്നോളാന്ന് പറഞ്ഞു ശ്രീകാന്ത് അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുക. അങ്ങനെ ഇവർ ഫുഡ് കഴിച്ചുകൊണ്ട് യൂണിയൻ്റെ കാര്യങ്ങളും അതുപോലെ വിക്രം വന്നിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇനി എല്ലാവരും സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് എന്താണ് വേണ്ടതെന്ന് തീരുമാനമാക്കാൻ വന്നാൽ മതി, ഞാൻ മോളിലുണ്ടാവേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശ്രീകാന്ത് അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പോൾ ശ്രീകാന്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും അച്ഛനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. മൊത്തത്തിൽ
കോളം കലങ്ങി കിടക്കുകയാണെന്ന് മനസ്സിലായി അച്ഛന്. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിൽ ശ്രീജ, അമ്മ, നന്ദിനി ഇവരെല്ലാവരും ഫുഡ് ഉണ്ടാക്കലും എടുത്തു വയ്ക്കലും കഴിക്കാൻ കൊടുക്കലും ഒക്കെ ആയിട്ടുള്ള ധൃതിയൊക്കെയാണ്. ആ സമയത്ത് നമ്മുടെ അച്ഛൻ പച്ചക്കറി കുറച്ച് പയർ അതും ഇതൊക്കെ ആയിട്ട് പറമ്പിൽ നിന്ന് വന്നു. അപ്പോൾ ഈ പ്രാവശ്യം വിളവ് തീരെ കുറവാണ്, നന കുറവായതുകൊണ്ടാണെന്നൊക്കെ പറയുവാണ്. അപ്പോൾ വരുന്ന വഴിക്ക് കോഴിക്കട ഇസ്മായിലിനെ കണ്ടു. അയാൾ ചന്തയിലേക്ക് പോണ വഴിയായിരുന്നു. വിൽക്കാൻ കൊണ്ടുപോകുന്നത് നിന്ന് കുറച്ച് കൊടുത്തു. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇവിടെ പച്ചക്കറി മാത്രം പോരെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും പോലെയല്ല, ശബരിമല വേഷം കെട്ടെടുത്തവർക്കൊക്കെ കൃത്യമായി കണക്കിന് കിട്ടിയിട്ടുണ്ട്. അത് ആണായാലും ശരി പെണ്ണായാലും ശരി എന്ന് അച്ഛൻ പറയുമ്പോൾ ആ കാര്യങ്ങളിലൊന്നും ഒരു കുറവ് ഉണ്ടാവില്ല മാഷേ. പിന്നെ വിക്രം ആ മുറിയിലല്ലേ കിടക്കുന്നേ, ശുദ്ധം മാറാനായിട്ട് അരുതാത്ത സമയത്ത് ആരും അങ്ങോട്ടേക്ക് പോകാൻ പോലും പോണില്ല എന്നൊക്കെ പറഞ്ഞു. കൊണ്ടുപോയി മാലിടിയിപ്പിച്ചവർ തന്നെ കൂടെ ചെന്ന് അശുദ്ധാക്കാതിരുന്നാൽ മതി എന്നീ നന്ദിനി പറയുമ്പം, ഇല്ല നന്ദിനിയെടുത്തി, അത്തരം കാര്യങ്ങളെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. വേദ അന്നേരം സ്പോട്ടിലെത്തി. എന്ന് പറഞ്ഞിരിക്കുക. നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടില്ല വേദ വന്നതും പറഞ്ഞതും ഒന്നും. അത് കഴിഞ്ഞപ്പോൾ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പം അമ്മേ, വിക്രമിനുള്ള ഭക്ഷണം ഞാൻ ഇന്ന് സെപ്പറേറ്റ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇനി ആ പേരും പറഞ്ഞ അടുക്കള രണ്ടാക്കാനുള്ള പരിപാടിയാണോ എന്ന് നന്ദിനി ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞാലും അതിലൊരു കരട് കണ്ടെത്തുന്നത് എന്തിനാ നന്ദിനി എന്ന് ശ്രീജ ചോദിച്ചു. അപ്പോൾ ഞാനെന്ത് കണ്ടെത്തിയെന്ന് ശ്രീജത്തി, ഞാനെന്താ പറഞ്ഞ് എല്ലാവരും ശുദ്ധം പാലിച്ച് ജീവിച്ചോളണമെന്ന് അച്ഛൻ പറഞ്ഞ് നമ്മളെല്ലാവരും അതനുസരിച്ചേ ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞു. എന്നിട്ട് വിക്രത്തിനുള്ള ഭക്ഷണം പ്രത്യേകമായി ഉണ്ടാക്കണമെന്ന് വേദയല്ലേ പറഞ്ഞത്, അതിനുള്ള മറുപടിയേ ഞാനും പറഞ്ഞുള്ളൂ എന്ന് നന്ദിനി ശ്രീജയോട് പറയുമ്പം, മതി മാഷ് കേൾക്കണ്ടെന്ന് അമ്മ, എന്തിനാ വെറുതെ വർത്തമാനം പറഞ്ഞിങ്ങനെ വഷളാക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വേദേ, വിക്രമനുള്ളത് മോള് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു അമ്മ. ഒരു കണക്കിന് അതങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഈ മണ്ഡലകാലം കഴിയുന്നതോടെ അവനെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം മോള് തന്നെ നോക്കിക്കോളാനും അമ്മ മോൾക്ക് അവകാശവും അധികാരമൊക്കെ കൊടുത്തു. ഞാൻ പാചകം ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ, നന്ദിനടുത്തേക്ക് വേണമെങ്കിൽ പച്ചക്കറി അരിഞ്ഞു തരാൻ കേട്ടോ എന്ന് പറഞ്ഞു വേദ. അയ്യോ, ഇനി ഞാൻ അരിഞ്ഞ് തന്നിട്ട് അവൻ മല കയറുമ്പോൾ പോലും പിടിക്കാൻ നിൽക്കണ്ട. എന്തോന്ന് നന്ദിനി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രീജ ചോദിക്കുമോ? അല്ലാണ്ട് പിന്നെ ഞാൻ എന്തോന്ന് ശ്രീജച്ചി പറയണ്ടേ? ആ പോകുമ്പോഴേ വിക്രമിൻ്റെ ഫോണിൽ നന്ദിനിയടത്തിയുടെ ഫോട്ടോ കൊടുത്ത് ഞാൻ അയക്കണുണ്ട്. എന്തിന്? അഥവാ പുലിയെങ്ങാനും വന്നാൽ കാണിച്ചു കൊടുക്കാമല്ലോ, പുലി ഓടിക്കോളുമല്ലോ എന്ന് പറഞ്ഞു. അയ്യോ, ഒരണക്ക ചമാച്ച വന്നേക്കുന്നു. ഇതുപോലൊരു 5-6 കൂടി റെക്കോർഡ് ചെയ്ത് അതും കൂടി അങ്ങ് കൊടുത്തു വിട്ടേക്ക്. പുലി മാത്രമാക്കണ്ടടി, സകല വന്യജീവികളും ഒഴിഞ്ഞു പൊക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് അങ്ങ് പോയി. നന്ദിനി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ വിക്രമത്തേക്ക് വന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ, എന്താ എന്നും ചോദിച്ചു. അപ്പോൾ ഈ ഒരു സന്തോഷം എല്ലാ കാലത്തും ഉണ്ടാകണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മോനെ അമ്മയ്ക്കെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അതിങ്ങിത്ത ഞാൻ അരിഞ്ഞോളാം എന്ന് പറഞ്ഞു വേദ പച്ചക്കറി എടുത്ത് അരിയാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ വിക്രം ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ എന്തായാലും വിക്രത്തിന് ഫുഡ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അച്ഛനും കൂടെ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു അമ്മ. അങ്ങനെ അവർ വിക്രത്തിനും അച്ഛനും ഒക്കെ വേണ്ടുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ വിക്രം അവിടെ ഇരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.